പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഓരോ മാസവും ചന്ദ്രദർശനം നടത്തുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പീസ് റേഡിയോയിലെ ഒരു പ്രോഗ്രാമിൽ കേൾക്കുകയുണ്ടായി. റമദാനിലെ നോമ്പ്, മുഹറം, അറഫ തുടങ്ങിയ ആരാധനയ്ക്ക് മാസം കാണേണ്ടതുണ്ടെന്ന് അതിന് ഉദാഹരണമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. നോമ്പ്, പെരുന്നാൾ എന്നിവയ്ക്ക് ഏതെങ്കിലും കടപ്പുറത്ത് മാസം കാണുകയും അക്കാര്യം പണ്ഡിതന്മാർ അറിയിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നാം നിർവഹിക്കുന്നു. നമുക്ക് ഓരോ മാസവും നോക്കി അതിൻ്റെ തുടക്കം തിട്ടപ്പെടുത്തുക സാധ്യമല്ലല്ലോ. അപ്പോൾ എല്ലാ മാസവും അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എടുക്കുവാനൊക്കെ തീയതി തീരുമാനിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതിന് സാധാരണക്കാരായവർ എന്താണ് ചെയ്യുക എന്നാണ്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തർക്കങ്ങൾ വരുന്നത് നോമ്പും പെരുന്നാളും ഒക്കെ കണക്കാക്കുമ്പോഴാണ്. ആഷൂറാവും താസൂആവും കണക്കാക്കുമ്പോഴാണ്. വയസ്അലൂനക അനിൽ അഹില്ല, ചന്ദ്രപ്പിറവിയെക്കുറിച്ച്, ഹിലാലിനെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ജനങ്ങൾക്ക് സമയം നിർണയിക്കുവാനുള്ള ഒന്നാണ്, മാസം കണക്കാക്കുവാനുള്ള ഒന്നാണ് ചന്ദ്രദർശനം, ചന്ദ്രപ്പിറവി എന്നാണ്. ഹജ്ജിന് വേണ്ടി സമയം നിശ്ചയിക്കുവാനുള്ളതാണ് ചന്ദ്രപ്പിറവി എന്നാണ്. ഇവിടെ നമ്മൾക്ക് പെരുന്നാള്, നോമ്പ്, ആഷൂറാ, താസുആ എന്നിവയ്ക്ക് മാത്രമല്ല ധാരാളം കാര്യങ്ങൾക്ക് ചന്ദ്രപ്പിറവി അറിയൽ അനിവാര്യമാണ്. ഒരു സ്ത്രീയുടെ ഇദ്ദ കണക്കാക്കണമെങ്കിൽ ആ ഇദ്ദ കണക്കാക്കേണ്ടത് ഹിജ്റ കലണ്ടർ അനുസരിച്ചാണ്. അപ്പോൾ എത്രാം തീയതിയാണ് എന്ന് അറിയൽ അനിവാര്യമാണ് ഇദ്ദ അറിയണമെങ്കിൽ. അതേപോലെ തന്നെ പ്രത്യേകമായ ദിവസം നിശ്ചയിച്ചു വല്ലവരും നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും തീയതി അറിയൽ അനിവാര്യമാണ്. അപ്പോൾ മാസപ്പിറവി അറിയണം. അയ്യാമുൽ ബീദ്, ഓരോ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളുള്ള അയ്യാമുൽ ബീദ് അനുഷ്ഠിക്കണമെങ്കിൽ തീർച്ചയായും ഡേറ്റ്, തീയതി അറിയൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഏകോപിച്ച് ജനങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത രൂപത്തിൽ ചന്ദ്രദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി കണക്കാക്കി ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെരുന്നാൾ, നോമ്പ്, അല്ലാത്ത സമയങ്ങൾ എന്നിവയിൽ തർക്കമുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല ഏതൊരു സാധാരണക്കാരനും അവർക്ക് ഈ പറഞ്ഞ ഇസ്ലാമികമായ കാര്യങ്ങൾ ഡേറ്റ് വെച്ച് അറിയുവാൻ സാധിക്കുകയും ചെയ്യും. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു റുഷ്ദ് പ്രദാനം ചെയ്യുമാറാട്ടെ. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.